അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിൻ്റെയും സെക്കൻഡ് പാർട്ടിൻ്റെയും എല്ലാ പാഠങ്ങളുടെയും തദ്രീബാത്ത് ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ ഇതുവരെ എടുത്ത എല്ലാ പാഠങ്ങളുടെയും തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. 1. ഫതഹ് മക്ക ഉണ്ടായ വർഷം. ഓപ്ഷൻസ് നോക്കൂ. ഹിജ്റ 13, ഹിജ്റ 8, ഹിജ്റ 10. ശരിയുത്തരം ഹിജ്റ 8. 2. മഹ്ശറിൽ അമലുകൾ തൂക്കും. ഓപ്ഷൻസ് ഹിസാബിൽ, സിറാത്തിൽ, മീസാനിൽ. ശരിയുത്തരം മീസാനിൽ. 3. മുറുകെ പിടിക്കണം. ഓപ്ഷൻസ് അക്രമം, ദുരാചാരങ്ങൾ, നബിചര്യ. ശരിയുത്തരം നബിചര്യ. 4. നാം ഏറ്റവും കൂടുതൽ കരുണ ചെയ്യേണ്ടവർ. ഓപ്ഷൻസ് മാതാപിതാക്കൾ, അനാഥകൾ, രോഗികൾ. ശരിയുത്തരം മാതാപിതാക്കൾ. 5. തൂങ്ങിയുറക്കം എന്നർത്ഥം. ഓപ്ഷൻസ് നൗമുൻ, സിന, സനത്തുൻ. ശരിയുത്തരം സിന. 6. ഗ്രാമം എന്നർത്ഥം. ഓപ്ഷൻസ് കൊരിയത്തുൻ, കൊതമുൻ, ഖിത്ഫുൻ. ശരിയുത്തരം കൊരിയത്തുൻ. അടുത്ത പ്രവർത്തനം ചേറും പഠിച്ചേർക്കുക. 7. വിജയം നേടാൻ ആവശ്യമാണ്. 8. നാം ഉപേക്ഷിക്കണം. 9. ഹിഫ്ള് എന്നതിൻ്റെ അർത്ഥം. 10. രഹസ്യമായി ചെയ്താൽ അർഷിൻ്റെ തണൽ ലഭിക്കും. 11. പാവങ്ങളോട് കാണിക്കണം. ഇപ്പുറത്ത് നോക്കൂ. എ സംരക്ഷണം, ബി സ്വതക്ക, സി ഇൽമ്, ഡി കരുണ, ഈ പലിശ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നേരെ എഴുതണം. 7. വിജയം നേടാൻ ആവശ്യമാണ്. ശരിയുത്തരം സി ഇൽമ്. 8. നാം ഉപേക്ഷിക്കണം. ശരിയുത്തരം ഇ പലിശ. 9. ഹിഫ്ള് എന്നതിൻ്റെ അർത്ഥം. ശരിയുത്തരം എ സംരക്ഷണം. 10. രഹസ്യമായി ചെയ്താൽ അർഷിൻ്റെ തണൽ ലഭിക്കും. ശരിയുത്തരം ബി സ്വതക്ക. 11. പാവങ്ങളോട് കാണിക്കണം. ശരിയുത്തരം ഡി കരുണ, CEA BD. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12. ഹിജ്റ ഡാഷാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 11. ഹിജ്റ 11 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താക്കി. 13. പഠനം തുടങ്ങുമ്പോൾ ബിസ്മി ഡാഷ് എന്നിവ ചൊല്ലണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഹംദ്, സ്വലാത്ത്. പഠനം തുടങ്ങുമ്പോൾ ബിസ്മി, ഹംദ്, സ്വലാത്ത് എന്നിവ ചൊല്ലണം. 14. ഹൗലുൽ കൗസറിലെ പാനീയം ഡാഷ് സുഗന്ധമുള്ളതാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് കസ്തൂരിയേക്കാൾ. ഹൗലുൽ കൗസറിലെ പാനീയം കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. 15. മറ്റൊരാളുടെ ഡാഷിന് ക്ഷതമേൽപ്പിക്കരുത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അഭിമാനത്തിന്. മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത്. 16. കരുണയുള്ളവർ മാത്രമേ ഡാഷ് കടക്കുകയുള്ളൂ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സ്വർഗത്തിൽ. കരുണയുള്ളവർ മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. 17. വലാ യഊദുഹു ഡാഷ് വഹുവൽ അലിയുൽ അലീം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഹിഫ്ലുഹുമാ. വലാ യഊദുഹു ഹിഫ്ലുഹുമാ വഹുവൽ അലിയുൽ അലീം. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. അല്ലാഹു തആല തൻ്റെ എത്ര റഹ്മത്ത് ഖിയാമത്ത് നാളിലേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. ഉത്തരം 99. 19. മക്ക ഫതഹ് ദിവസം അസാൻ മുഴക്കിയതാര്. ഉത്തരം ബിലാൽ റളിയല്ലാഹു അൻഹു. 20. ഞാൻ നീനവക്കാരനാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാര്. ഉത്തരം അദ്ദാസ്. 21. ഇസ്ലാമിൻ്റെ ജീവനം നെടും തൂണുമാണ്. എന്ത്. ഉത്തരം അറിവ്. 22. അർഷിൻ്റെ തണൽ ലഭിക്കുന്ന ഭരണാധികാരി ഏത്. ഉത്തരം നീതിമാനായ ഭരണാധികാരി. 23. തിന്നു എന്നതിൻ്റെ അറബി വാക്ക്. ഉത്തരം അക്കല. അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അന്ത്യചുംബനം നൽകി അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്. ഉത്തരം തിബ്ത ഹയ്യം വ മയ്യിത.
അങ്ങ് ജീവിതത്തിലും മരണത്തിലും എത്ര പരിശുദ്ധൻ. 25. വിജ്ഞാനം മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുന്നു. എങ്ങനെ? ഉത്തരം: ജോലി സമ്പാദിക്കാനും ജീവിത പദ്ധതികൾ ആവിഷ്കരിക്കാനും മാന്യമായി ജീവിക്കാനും വിജ്ഞാനം ആവശ്യമാണ്. 26. മഹ്ശറിൽ ഹൗലുൽ കൗസർ ലഭിക്കില്ല. ആർക്ക്? ഉത്തരം: കപട വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും. 27. ഹജ്ജത്തുൽ വദാഇലെ പ്രഭാഷണത്തിന്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? ഉത്തരം: ഇവിടെ ഹാജരുള്ളവൻ ഹാജരില്ലാത്തവന് ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കട്ടെ എന്നതായിരുന്നു. 28. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കും. ആരൊക്കെ? ഉത്തരം: അമ്പിയാക്കളും അള്ളാഹു പ്രത്യേകം ആദരിച്ചവരുമാണ് ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നത്. 29. ഫതഹ് മക്ക ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളോട് പറഞ്ഞതെന്ത്? ഉത്തരം: എൻ്റെ സഹോദരൻ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെയാണ് എനിക്കും പറയാനുള്ളത്. ലാ തസ്രീബ അലൈക്കുമുൽ യൗമ ഇദ്ഹബൂ ഫഅൻതുമുത് തുലഖാ. പ്രതികാരമില്ല, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ മോചിതരാണ്. 30. അറബിയിൽ എഴുതുക, അവന് ഭാരമാവുകയില്ല. ഉത്തരം: ലാ യഊദുഹു. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 31. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്. അപ്പം നോക്കൂ, സഫർ മാസം അവസാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പനി ബാധിച്ചത്. രോഗം കഠിനമായപ്പോൾ ആയിഷ ബീവിയുടെ വീട്ടിൽ താമസമാക്കി. മസ്ജിദിൽ പോകാൻ കഴിയാതെ വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം കണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞു. ലൈസ അലാ അബീക കർബുൻ ബഅദൽ യൗം. ഈ ദിവസത്തിന് ശേഷം എനിക്ക് വിഷമമില്ല മോളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയെ സമാധാനിപ്പിച്ചു. ആയിഷ ബീവിയുടെ ശരീരത്തിൽ ചാരിയിരുന്ന് മിസ്വാക്ക് ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹു ഫിർ റഫീഖിൽ അഅല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകം പൂകി. ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലെയായിരുന്നു അത്. ബനു സാഇദ ഗോത്രക്കാരുടെ പന്തലിൽ സ്വഹാബികൾ ഒരുമിച്ച് കൂടി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, ജനാസ നിസ്കരിച്ചു. വഫാത്തായ സ്ഥലത്ത് തന്നെ ബുധനാഴ്ച രാത്രി മറവ് ചെയ്തു. മസ്ജിദുൻ നബവിയിൽ പച്ച കുബ്ബയ്ക്ക് താഴെ അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നു. കുറിപ്പെഴുതുക എന്നതിൽ രണ്ടാമത്തത്. 32. അർഷിന്റെ തണൽ. അപ്പം നോക്കൂ, സൂര്യൻ 1 മൈൽ ദൂരത്ത് കത്തി നിൽക്കും. ജനങ്ങൾ അമലുകളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങും. ചിലർ നെരിയാണി വരെ, ചിലർ മുട്ടുവരെ, ചിലർ നടുവരെ, ചിലർ വായ വരെ, ചിലർ വിയർപ്പിൽ മുങ്ങിപ്പൊങ്ങും. ശക്തമായ ചൂടുണ്ടാകും. ആളുകൾ തണലിനു വേണ്ടി ആഗ്രഹിക്കും. അന്ന് 7 വിഭാഗത്തെ അള്ളാഹു അർഷിന്റെ തണൽ നൽകി ആദരിക്കും. നീതിമാനായ ഭരണാധികാരി, ആരാധനയിൽ വളർന്നു വന്ന യുവാവ്, പള്ളിയുമായി ആത്മബന്ധമുള്ള വ്യക്തി, അള്ളാഹുവിനു വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവർ, അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവർ. കുലീനയും സുന്ദരിയുമായ സ്ത്രീ വ്യഭിചാരത്തിന് ക്ഷണിച്ചപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞവൻ, വളരെ രഹസ്യമായി സ്വതക്ക ചെയ്യുന്നവൻ. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.